കുടവയറ് കുറയ്ക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ഏതാ? ഏത് ഭക്ഷണം കഴിച്ചാലാണ് ബെല്ലി ഫാറ്റ് മാത്രം, അതായത് കുടവയറ് മാത്രം ഉരുകി പോകുന്നത്? ഡോക്ടറെ, എനിക്ക് തടിയൊന്നുമില്ല, വയറ് മാത്രമേ ഉള്ളൂ. ഈ വയറ് മാത്രം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളാട്ടോ. നമ്മുടെ കമന്റിൽ വരുന്ന ഒരേപോലെയുള്ള സംശയങ്ങളാണിത്. അപ്പോൾ ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിന് ബെല്ലി ഫാറ്റ് മാത്രം കത്തിച്ച് കളയാൻ കുറയ്ക്കാൻ അറിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്കൊരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് കിട്ടി. അതിലുള്ള അധികം കലോറി നമ്മൾ കഴിച്ചാല് ആ കൊഴുപ്പ് എവിടെയാണ് അടിഞ്ഞുകൂടുക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുമ്പോൾ അത് വയറിൽ നിന്നാണോ, കയ്യിൽ നിന്നാണോ, മുഖത്ത് നിന്നാണോ ആദ്യം പോകുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഈ കുടവയറ് കറക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാ ചിലർക്ക് ഈ കുടവയറ് മാത്രം കൂടി പോകുന്നത്? എന്തുകൊണ്ടാ ഇന്ത്യയിൽ കുടവയറുള്ളവരുടെ എണ്ണം ഇത്ര വേഗത്തിൽ കൂടി വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില ചെറിയ ശീലങ്ങൾ മാത്രം മാറ്റിയാൽ തന്നെ നമുക്ക് ഈ കുടവയറ് കുറക്കാൻ പറ്റും. ഈ വീഡിയോയിൽ അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. അവസാനം വരെ കണ്ടാൽ ബെല്ലി ഫാറ്റിനെ കുറിച്ച്, കുടവയറിനെ കുറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം തന്നെ മാറിപ്പോകും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർഫിറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് നമ്മുടെ ഫാറ്റ് ലോസ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. ഫാറ്റ് ലോസ് സീരീസ് തുടങ്ങിയതിന് ശേഷം ആയുർഫിറ്റിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇനി എനിക്ക് ഒരു ബാഡ് ന്യൂസും ഗുഡ് ന്യൂസും പറയാനുണ്ട്. ആദ്യം ബാഡ് ന്യൂസ് പറയാട്ടോ. ഇന്ത്യയിൽ ഏകദേശം 50 കോടി ആളുകൾക്ക് കുടവയറുണ്ട്. ഇത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല കേട്ടോ. പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, ഫാറ്റി ലിവർ, ഹൃദ്രോഗം പോലെയുള്ള പല രോഗങ്ങളുടെ സാധ്യത ഇത് കൂട്ടുന്നുണ്ട്. ഗുഡ് ന്യൂസ് പറയാം. ഇത് മാറ്റാൻ വല്ല മാജിക് ഡ്രിങ്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് കട്ടോ ഒന്നുമില്ല. ആ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള എക്സസൈസും ഇല്ല. ചില സിമ്പിൾ ആയിട്ടുള്ള ശീലങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കുടവയർ ഇത്ര അപകടകാരിയാവുന്നത്? നമ്മുടെ വയറിനുള്ളിൽ ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, കുടലുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് അവയവങ്ങൾ ഉണ്ട് അല്ലെ. അവയുടെ ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെയാണ്, അതിന് മുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീന്റെ മുകളിൽ ഭാരമുള്ള ഒരു ചാക്ക് വെച്ചാൽ അതിന് പഴയ പോലെ പ്രവർത്തിക്കാൻ പറ്റുമോ? അതുപോലെയാണ് നമ്മുടെ അവയവങ്ങളുടെ അവസ്ഥ. അവയ്ക്ക് ചുറ്റും അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോഴേ അവർക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാവും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ പാൻക്രിയാസിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായാൽ പ്രമേഹം വരും, ചിലരിൽ ഫാറ്റി ലിവർ വരും, ചിലരിൽ കൊളസ്ട്രോൾ വരും, ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങളെല്ലാം ഈ കുടവയറ് കൊണ്ട് വരും. അതുകൊണ്ട് കുടവയറ് കുറയ്ക്കുക എന്നുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ കുടവയറ് കുറയ്ക്കാൻ ശരിക്കും ഫലം കാണുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് വേഗത്തിൽ കുടവയറ് വരുന്നത് എന്നത് ഒറ്റ കാരണം പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി മാറി, പ്രത്യേകിച്ച് ഭക്ഷണശീലം. പണ്ട് നമ്മുടെ പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് കൂടുതൽ പച്ചക്കറികള്, പയറുവർഗ്ഗങ്ങള്, മുഴുധാന്യങ്ങള്, നാടൻ അരിയൊക്കെ ആയിരുന്നു അല്ലെ. അതായത് കുറഞ്ഞ കലോറിയും കൂടുതൽ പോഷകമൂല്യവും. പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ പ്ലേറ്റിൽ എന്താ ഉള്ളത്? റിഫൈൻഡ് അരി, വെളുത്ത അരിയാ അല്ലെ. പിന്നെ നമ്മൾ കഴിക്കുന്നത് ബേക്കറി സാധനങ്ങള്, പാക്കഡ് ഫുഡുകള്, ഷുഗർ കൂടുതലുള്ള പല ഐറ്റംസും നമ്മൾ ഓരോ ദിവസവും പല തവണയായിട്ട് കഴിക്കുന്നുണ്ട്. അതായത് കൂടുതൽ കലോറിയും കുറഞ്ഞ പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം മാറ്റേണ്ടതും നമ്മുടെ ഭക്ഷണ രീതിയാണ്. രണ്ടാമത്തത്, നമ്മുടെ ശരീരം പഴയതുപോലെ അനങ്ങുന്നില്ല. പണ്ട് വയലിലും പറമ്പിലും ഒക്കെ ജോലി ചെയ്തവർക്ക് വ്യായാമത്തിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്നോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കസേരയിൽ ഇരുന്നുള്ള ജോലിയാണ് പലർക്കും. കാറിലാണ് യാത്ര, നമ്മൾ സ്റ്റെയർ കയറുന്നതിന് പകരം ലിഫ്റ്റ് ഉപയോഗിക്കുന്നു. വീട്ടിലെത്തിയാൽ വീണ്ടും മൊബൈലോ ടിവിയോ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നു. അപ്പോ ശരീരത്തിലേക്ക് കലോറി കയറുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് ചെലവാകുന്നില്ല, അതായത് മൂവ്മെന്റ് ഇല്ല.
അതോടൊപ്പം പാക്കറ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, മധുരപാനീയങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലം എന്താ? കുടവയറ് മാത്രം കൂടുന്നു എന്നല്ല, പ്രമേഹം, ഫാറ്റി ലിവർ, ഹൈ ബ്ലഡ് പ്രഷർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ദിനം പ്രതി കൂടുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഗുഡ് ന്യൂസ് പറയാം. ഈ ശീലങ്ങളാണ് തന്നെ പ്രശ്നമെങ്കില്, ഈ ശീലങ്ങളാണ് നമ്മുടെ പ്രശ്നമെങ്കില് അതേ ശീലങ്ങൾ മാറ്റിയാൽ പരിഹാരം തുടങ്ങില്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. കുടവയറ് കുറയ്ക്കാൻ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. ഈ എക്സസൈസ് ചെയ്ത ബെല്ലി ഫാറ്റ് ഉരുകിപ്പോവും, അങ്ങനെ രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കുടവയറ് കുറയ്ക്കാൻ ഒരു മാജിക് എക്സസൈസ് ഇല്ല. നമ്മുടെ ക്രഞ്ചസ്, സിറ്റപ്പ് പോലുള്ള എക്സസൈസുകൾ വയറിലെ മസിലെ ശക്താക്കും, കോർ മസിലിനെ സ്ട്രോങ് ആക്കും. അതിന് ആ ഗുണമുണ്ട്. പക്ഷെ വിസറൽ ഫാറ്റ് ഉരുകി കളയാനുള്ള ഗുണമൊന്നും അതിനില്ല. ബെല്ലി ഫാറ്റ് കുറയണമെങ്കിൽ നമ്മുടെ മുഴുവൻ ജീവിതശൈലി തന്നെ മാറേണ്ടതുണ്ട്. അപ്പോ ആദ്യത്തെ സൊല്യൂഷൻ പറയാം, സ്ട്രെസ് കുറയ്ക്കുക. പലരും ചിന്തിക്കുന്നത് സ്ട്രെസ് മനസ്സിനെ മാത്രം ബാധിക്കുന്നു എന്നാണ്. പക്ഷെ സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുന്നുണ്ട്. ഈ ഹോർമോൺ കൂടുമ്പോൾ ശരീരത്തിൽ പ്രത്യേകിച്ച് വയറിന് ചുറ്റും കൊഴുപ്പ് കൂടുതൽ ശേഖരിച്ചു വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കുന്നത് മനസ്സിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, നിങ്ങളുടെ കുടവയറ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. വലിയ ടെക്നിക്കിലൊന്നും പഠിക്കേണ്ട കേട്ടോ. ദിവസം ഒരു 15 മിനിറ്റ് അതിനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരുന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലേക്ക് വേറെ ചിന്തകളൊന്നും വരരുത് കേട്ടോ. ഇതൊരു 10-20 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിനെ ശാന്തമാക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മെഡിറ്റേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന മറ്റെന്തെങ്കിലും ഹോബി കണ്ടെത്തുക. അതായത് പാട്ട് കേൾക്കാം, പുസ്തകം വായിക്കാം, പുതിയൊരു സ്കില്ല് പഠിക്കാം. നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാം. കാരണം കുടവയറ് കുറയ്ക്കാനുള്ള യാത്ര ജിമ്മിൽ മാത്രമല്ല തുടങ്ങുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിന്നും കൂടി അത് തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ പറയാം. നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ശ്രദ്ധിച്ച് കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് ശത്രു ഒന്നുമല്ല. നമ്മുടെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന് പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു ഉണങ്ങിയ പുല്ലിൽ തീ കൊളുത്തിയാൽ എന്താവും? പെട്ടെന്ന് ആളി കത്തൂലേ? പക്ഷെ പെട്ടെന്ന് കെട്ടുപോവുകയും ചെയ്യും. അതുപോലെയാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകൾ. സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന്റെ ഉദാഹരണം അറിയോ? മൈദ കൊണ്ടുള്ള പലഹാരങ്ങള്, കേക്ക്, ബിസ്ക്കറ്റ്, ബേക്കറി സാധനങ്ങള്, മധുര പലഹാരങ്ങള്, പിന്നെ നമ്മൾ കഴിക്കുന്ന റിഫൈൻഡ് അരികള്, വെള്ള അരിയെ പോലും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അവ പെട്ടെന്ന് ദഹിക്കും. നമ്മുടെ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയർത്തുകയും ചെയ്യും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും വിശന്നിട്ട് നമ്മൾ അടുത്തത് എന്തെങ്കിലും കഴിക്കാനുള്ള ക്രേവിങ് തുടങ്ങും. ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഏതാ? അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വിറക് കത്തിക്കുന്ന പോലെയാ. അത് പതുക്കെയല്ലേ കത്തുള്ളൂ, കൂടുതൽ സമയം നമുക്ക് ഊർജം നൽകുകയും ചെയ്യും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഏതാ? മട്ടയരി, റാഗി, ചോളം, കമ്പം, ഓട്സ് ഇതുപോലുള്ള മുഴുധാന്യങ്ങളാണ് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇവ ദഹിക്കുന്നത് പതുക്കെയാണ്. കാരണം അതിൽ ഫൈബർ കണ്ടന്റ് ഒക്കെ അല്ലേ. അതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയും പതുക്കെ മാത്രമേ ഉയരുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സമയം വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ള ആഗ്രഹം കുറയും. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നല്ല, ശരിയായ കാർബോഹൈഡ്രേറ്റ് തെരഞ്ഞെടുത്ത് കഴിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനി മൂന്നാമത്തെ കാര്യം പറയാം. ശരീരത്തിനോട് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ആണ് ശരീരത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്. പക്ഷെ കുറച്ച് സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം പതുക്കെ ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് ഊർജത്തിനായിട്ട് കത്തിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ഫാറ്റ് ലോസിനെ സഹായിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. ഈ ശരീരം എപ്പോഴാ കൊഴുപ്പിനെ കത്തിച്ചു തുടങ്ങുക? അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. കേൾക്കുമ്പോൾ വലിയ പേരാന്ന് തോന്നും, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് രാത്രി ഒരു 7 മണിക്ക് ഡിന്നർ കഴിച്ച് നിർത്തുക. അടുത്ത ദിവസം രാവിലെ 8 അല്ലെങ്കിൽ 9 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുക. അതിനിടയിൽ കാലറി ഉള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. വെള്ളം കുടിക്കാം. പഞ്ചസാര ചേർക്കാത്ത ചായ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി പോലുള്ള കലോറി ഇല്ലാത്ത പാനീയങ്ങൾ മാത്രം കഴിക്കുക. മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. അപ്പോ ശരീരത്തിന് ഭക്ഷണമില്ലാതെ ഒരു ഇടവേള കിട്ടുക അല്ലെ. അപ്പോ ശരീരം കൊഴുപ്പ് ഊർജത്തിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും.
അപ്പൊ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞു തുടങ്ങും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഫാസ്റ്റിംഗ് മാത്രം മതി എന്നല്ല, അതിന്റെ കൂടെ 30 മുതൽ 45 മിനിറ്റ് വരെ വേഗത്തിലുള്ള നടത്തോ സൈക്ലിങ്ങോ അല്ലെങ്കിൽ മറ്റു മോഡറേറ്റ് ഇന്റൻസിറ്റി വ്യായാമങ്ങൾ കൂടി ചെയ്താൽ ഫലം കൂടുതൽ പെട്ടെന്നായിരിക്കും, കൂടുതൽ നല്ലതായിരിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടുള്ള മാജിക് അല്ല. ചെറിയ നല്ല ശീലങ്ങൾ, ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, അത് ദിവസവും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇനി 4ാമത്തെ കാര്യം പറയാം, ഭക്ഷണം കഴിക്കുന്ന ഓർഡർ ഒന്ന് മാറ്റുക. പലരും ശ്രദ്ധിക്കുന്നത് എന്ത് കഴിക്കണം എന്നല്ലേ, പക്ഷെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് അത് കഴിക്കുന്ന ഓർഡറും. ഒരു ചെറിയ മാറ്റം പറയാം. ആദ്യം ഫൈബർ കൂടുതലുള്ള, നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. അതായത് സാലഡ്, പച്ചക്കറികള്, ഇലക്കറികൾ പോലെയുള്ളവ ആദ്യം കഴിക്കുക. അതിനുശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. മുട്ട, മീന്, ചിക്കന്, പയറുവർഗ്ഗങ്ങൾ പോലുള്ളവ. അത് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. അതായത് ചോറ്, ചപ്പാത്തി പോലുള്ള കാർബോഹൈഡ്രേറ്റുകൾ അത് കഴിഞ്ഞ് കഴിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓർഡർ മാറ്റാൻ പറഞ്ഞത്? ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാം. ഒരു സ്പോഞ്ചിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് പതുക്കെ പതുക്കെയല്ലേ ആഗിരണം ചെയ്യുള്ളൂ. അതേപോലെയാണ് ആദ്യം ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹനം പതുക്കെയാക്കും. അതിന്റെ ഫലമായിട്ട് കാർബോഹൈഡ്രേറ്റിലുള്ള പഞ്ചസാര പോലും രക്തത്തിലേക്ക് പതുക്കെ പതുക്കെ മാത്രമേ എത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നുണ്ടാവുന്ന ഷുഗർ സ്പൈക്ക് കുറയാനും കൂടുതൽ സമയം വയറ് നിറഞ്ഞതായിട്ട് തോന്നാനും ഇടയ്ക്കിടയ്ക്കുള്ള വിശപ്പും ക്രേവിങ്സും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോ ഭക്ഷണം മാറ്റണം എന്ന് ഞാൻ പറഞ്ഞില്ല, കഴിക്കുന്ന ഓർഡർ മാത്രം മാറ്റി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇങ്ങനെ ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ടാട്ടോ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത ഏറ്റവും 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉറക്കത്തെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പൊ ഞാൻ ആയുർഫിറ്റിന് വേണ്ടിയിട്ട് കുറെ ക്ലയൻസിനായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ഉറക്കം. പലരും 12 മണിക്ക് ഉറങ്ങും, ഒരു 4 മണിയാകുമ്പോഴത്തേന് എണീക്കും. 1 മണിക്ക് ഉറങ്ങുന്ന ക്ലയൻസിനെ എനിക്കറിയാം. അപ്പോ നമ്മുടെ ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും ഡയറ്റും എക്സസൈസും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ഉറക്കത്തെ മറന്നു കളയുന്നുണ്ട്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം നൽകുമ്പോൾ അത് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ, മറ്റ് ഹോർമോണുകളെല്ലാം നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കും. അതോടെ അനാവശ്യമായിട്ടുള്ള വിശപ്പും ക്രേവിങ്സും ഒക്കെ കുറയ്ക്കാനും ഈ നല്ല ഉറക്കം സഹായിക്കുന്നുണ്ട്. ഫാറ്റ് ലൂസ് എളുപ്പമാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പ് നിർബന്ധമാണ്. അപ്പോ എല്ലാ കുടവേറും ഒരേ കാരണത്തിലല്ല കേട്ടോ വരുന്നേ. നമ്മുടെ കമന്റിൽ തന്നെ പല കാര്യങ്ങളും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില PCOD, തൈറോയ്ഡ് പ്രശ്നങ്ങള്, ചില മരുന്നുകള്, മറ്റു ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടൊക്കെ കുടവേറ് ഉണ്ടാവാം. ചിലർക്ക് ഈ ഡെലിവറിക്ക് ശേഷമൊക്കെ ഡയാസ്റ്റാസിസ് റെക്റ്റി എന്നുള്ള ഒരു അസുഖമുണ്ട്, അതിന് കാരണമായിട്ടും നമുക്ക് കുടവേറ് ഉണ്ടാവാം. അപ്പോ അതെങ്ങനെ എല്ലാവർക്കും ഒരേ ഡയറ്റും ഒരേ എക്സസൈസും ഒന്നും അല്ല ഫലം ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ ആയുർഫിറ്റ് എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഡോക്ടറുടെ മേൽനോട്ടത്തില് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടുള്ള വർക്കൗട്ട് പ്ലാനുകളും നൽകിയിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ഫാറ്റ് ലോസ് ആണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നേടാൻ സഹായിക്കുന്നത്. ജോയിൻ ചെയ്തിട്ടുള്ള ക്ലയന്റിന് ഡയാസ്റ്റാസിസ് റെക്റ്റി ആയിരുന്നു. അപ്പൊ അവർക്കായിട്ടുള്ള ഡയറ്റ് നമ്മൾ കൊടുത്തു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് അവർക്ക് നമ്മൾ ലൈവ് സെക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ലൈവായിട്ട് പോലും നിങ്ങൾക്ക് വർക്കൗട്ടുകളും എക്സസൈസുകളും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ആയുർഫിറ്റിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആയുർഫിറ്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കുടവേറ് കുറയ്ക്കാനുള്ള രഹസ്യം എന്നുള്ളത് ഒരു മാജിക് എക്സസൈസിലല്ല, ദിവസവും ചെയ്യുന്ന കുറെ ശീലങ്ങളിലൂടെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ എല്ലാ ദിവസവും ഞങ്ങളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തും. നമ്മൾ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അല്ലെ ബെല്ലി ഫാറ്റിനെ കുറിച്ച് വീഡിയോ ഇടാന്ന് പറഞ്ഞത്. കുറച്ച് തിരക്കുകൾ കാരണം ഇടാൻ പറ്റാത്തതാണ്. അതിനു പകരം നമ്മൾ യോഗയെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോ അന്ന് കുറച്ചു പേരെങ്കിലും വീഡിയോക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.